24 ബിഗ് ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാരിക്കോരി പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടി 2000 രൂപയാക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. പ്രഖ്യാപനം ഈ മാസം തന്നെ ഉണ്ടാകും. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചേക്കും. സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും ഈ പരിഗണനയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആർ ശ്രീത്ത് തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു മൂന്നാം ടേമിന് അതിന്റെ ആത്മവിശ്വാസം LDF സർക്കാരിന് കൂടി വരികയാണോ? ഇപ്പോൾ ഈ പുതിയ പ്രഖ്യാപനങ്ങൾ, തീരുമാനങ്ങൾ, അതൊക്കെ അതിനെ മുൻനിർത്തിയാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, മൂന്നാമതും തുടർഭരണമെന്ന നേട്ടത്തിലേക്ക് കടക്കുകയാണ് LDF സർക്കാരിന്റെ ലക്ഷ്യം. ആ നേട്ടം മുൻനിർത്തിയുള്ള ജനകീയ പ്രഖ്യാപനങ്ങൾക്കാണ് സർക്കാർ ഒരുങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ആദ്യഘട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന വിവരമാണ് നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി പുറത്തുവരാൻ പോകുന്നത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നതാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയർത്തുമെന്നതായിരുന്നു 2021 LDFിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. ഈ വാഗ്ദാനം നടന്നെങ്കിലും ഇതുവരെയും ഈ സർക്കാരിൻ്റെ കാലത്ത് 1 രൂപ പോലും കൂട്ടാൻ കഴിഞ്ഞിരുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളായിരുന്നു ഇതിന് തടസ്സമായി നിന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്ക് പെൻഷൻ എത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ 2500 എന്നുള്ള വാഗ്ദാനം നിറവേറ്റാനുള്ള നീക്കവും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഈ ഒക്ടോബർ മാസം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തന്നെ ഈ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിൽ പ്രഖ്യാപനം വരും. നവംബറിലെയോ ഡിസംബറിലെയോ പെൻഷൻ തുകയ്ക്കൊപ്പം വർദ്ധിപ്പിച്ച തുക ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ആലോചനയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇനി രാഷ്ട്രീയ തീരുമാനം മാത്രമേ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നുള്ളൂ. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം പ്രഖ്യാപനമുണ്ടാകും. ഒക്ടോബർ 15 കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർ ഒരു വലിയ അസംതൃപ്ത വിഭാഗമാണ്. DA കുടിശ്ശികയുണ്ട്, ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കാത്തതിനുള്ള അസംതൃപ്തിയുണ്ട്, നേരത്തെയുള്ള അരിയറുകൾ കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിനായുള്ള പ്രഖ്യാപനങ്ങളുണ്ടാകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കങ്ങളുണ്ട്. സെക്രട്ടറി തല സമിതിയോ അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണ കമ്മീഷനോ, ഈ 2 ഓപ്ഷനുകളാണ് സർക്കാർ പരിഗണിക്കുന്നത്. ശരി, ആർ ശ്രീത്താണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അത് ഉടൻ തന്നെ ഈ മാസം തന്നെ ഉണ്ടാകുമെന്ന വിവരമാണ് 24 ഇന്ന് പുറത്തുവിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.